Hi, welcome to day 18 of learning how to draw henna designs. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്നലെ നമ്മൾ പഠിച്ച ഡിസൈനിൻ്റെ ബാലൻസ് ആയിട്ടാണ്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കർവ്ഡ് ലൈൻ വരയ്ക്കുക. ഫസ്റ്റ് തന്നെ ഒരു സിഗ്സാക്ട് ലൈൻ പോലെ വരച്ചിട്ട് നമ്മൾ ആ ലൈൻസിൻ്റെ ഉള്ളിലായിട്ട് വൈൻസ് വരച്ചു കൊടുക്കുക ചെയ്യുന്നത്. ആൻഡ് ആ വൈൻസ് വരച്ചതിന് ശേഷം നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലും താഴെ ഹംസ് വെച്ച് ഫില്ല് ചെയ്തിട്ട് ആ ഹംസിനെ നമ്മൾ ഡോട്ട് വെച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോട്ട് വരയ്ക്കുമ്പോൾ ഒരു 2-3 ഹംസ് വിട്ട് വരയ്ക്കുക, എന്നാലാണ് ആ ഡോട്ടിൻ്റെ ഭംഗി നമുക്ക് കിട്ടുള്ളൂ. ദെൻ ആഫ്റ്റർ നമ്മൾ ഒരു ലൈനും കൂടി വരച്ചിട്ട് അതിനകത്ത് നമ്മൾ ചെറിയ ബേസിക് എലമെൻറ്റ്സ് വെച്ചിട്ട് ആ ഒരു ലൈൻ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ സ്പൈറലിൻ്റെ ഒരു മിനി സ്പൈറൽ പോലെ വന്നിട്ട് ദെൻ ആ പോർഷൻ ഡാർക്കൺ ചെയ്ത് 2 ലീവ്സ് അതിൻ്റെ ഇടയിൽ വരച്ചിട്ട് പിന്നെയും ഒരു സ്പൈറൽ അതിൻ്റെ അപ്പുറത്ത് വരച്ച് ഡാർക്കൺ ചെയ്തെടുക്കുക. ദെൻ ആഫ്റ്റർ നമ്മളതിനെ ഒരു സർക്കിൾ പോലെ വന്നിട്ട് ആ സർക്കിൾ ഡാർക്കൺ ചെയ്തിട്ട് അതിൻ്റെ മേലിൽ ഹംസ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ഡിസൈൻ്റെ എൻഡിലായിട്ട് നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഷേപ്പിലുള്ളൊരു ഷേപ്പ് വരച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെയിൻ ഡ്രോപ്പിൻ്റെയൊക്കെ ഷേപ്പ് വരച്ചിട്ട് നമ്മൾ അതിൻ്റെ മേലിൽ ഡാർക്കൺ ചെയ്തിട്ട് ഒരു ഔട്ടർ ലൈനും കൂടി കൊടുക്കുകയാണ്. ആൻഡ് ഈ ഔട്ടർ ലൈൻ നമ്മൾ പിന്നെയും ഡാർക്കൺ ചെയ്യും. ദെൻ ആഫ്റ്റർ നമ്മൾ ഇതിൻ്റെ മേലിൽ ചെറിയ ചെറിയ വൈൻസ് വരച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ എലമെൻറ്റ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നത്. ചെറിയ വൈൻസ് വരച്ചു കൊടുത്താൽ മതി. വൈൻസ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസും സെയിം ഡിസ്റ്റൻസ് അല്ലേന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.